ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്ക് പത്തിരിപ്പാല ശാഖയിൽ മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി അരക്കോടിയോളം രൂപ തട്ടിയ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ബാങ്ക് ജീവനക്കാരനും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള 5 പേരുടെ ജാമ്യാപേക്ഷയാണ് ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. 2 പേരുടെ ജാമ്യാപേക്ഷ ശനിയാഴ്ച പരിഗണിക്കും. ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റ് മോഹനകൃഷ്ണൻ, ഇയാളുടെ സഹോദരിയും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ലക്ഷ്മിദേവി, ഇവരുടെ ഭർത്താവും CPM തേങ്കുറിശ്ശി ലോക്കൽ കമ്മിറ്റി അംഗവുമായ KV വാസുദേവൻ, മകൻ വിവേക്, ഭാര്യ ശരണ്യ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഇവരുടെ സുഹൃത്തുക്കളായ ഹരിലാൽ, അരവിന്ദ് എന്നിവരുടെ ജാമ്യാപേക്ഷ ശനിയാഴ്ച പരിഗണിക്കും. അതേസമയം കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാത്തതും ജാമ്യത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു. മാത്രമല്ല, മുക്കുപണ്ടം ആര് നൽകിയെന്നതും പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഇല്ലെന്നും പറയുന്നു. മോഹനകൃഷ്ണനും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി 45.50 ലക്ഷം രൂപ തട്ടിയെന്നാണ് കേസ്. ബാങ്ക് അധികൃതർ രേഖകൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ആദ്യം 21 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയത്. പിന്നാലെ മോഹനകൃഷ്ണൻ സസ്പെൻഷനിലായി. തുടർന്ന് പോലീസ് പരിശോധനയിൽ 18.5 ലക്ഷം രൂപയുടെ കൂടി തട്ടിപ്പ് നടന്നതായി കണ്ടെത്തി. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ വിവിധ ഘട്ടങ്ങളിലായിട്ടായിരുന്നു തട്ടിപ്പ്. ഇനി ജാമ്യത്തിനായി ജില്ലാ കോടതിയെ സമീപിക്കണം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.